ഈ വീട്ടിലെ കോമൺ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത്. ഇവിടത്തെ വാളിൽ നമ്മൾ 4x2 സൈസിലുള്ള ഗ്ലോസി ടൈലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. കൂടാതെ 20x20 സൈസിലുള്ള മൊറോക്കൻ പാറ്റേണിലുള്ള ടൈല് ഫ്ലോറിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോമൺ ടോയ്ലറ്റിന്റെ അടുത്തായിട്ടാണ് വാഷ് ബേസിന്റെ ഏരിയയും വരുന്നത്. ഈ ഒരു വാഷ് ബേസിന്റെ ഭാഗത്ത് നമ്മളൊരു കൗണ്ടർ ടോപ്പ് ആയിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിൽ ചെയ്തിട്ടുള്ള സെയിം 4x2 ടൈല് കൊണ്ട് തന്നെയാണ് ഈ ഒരു കൗണ്ടർ ടോപ്പും ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ കാണുന്ന ഇമ്പോർട്ടഡ് ടൈല് ഈ വാഷ് ബേസിന്റെ വാളിലും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലൂട്ടർ ടൈപ്പ് ഡിസൈനിൽ വരുന്ന ടൈലാണ് ഈ കാണുന്ന ഇമ്പോർട്ടഡ് ടൈൽ. ഈ വാൾ ടൈലിന് മുകളിലായിട്ട് നമ്മളൊരു ബീഡിങ് പോലെ ഗ്രാനൈറ്റിന്റെ ഒരു ബോർഡർ പീസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ആദ്യം കാണുന്നത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് വേണം ബെഡ് സ്പേസിലേക്കൊക്കെ പോകാൻ. ഇതിന്റെ ഫ്ലോറിൽ നമ്മൾ സിമെന്റ് ഫിനിഷ് വരുന്ന 4x2 മാറ്റ് ടൈല് തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിലെ വാഷ്റൂം ആണ് ഇത്. ഇവിടെ 3 തരത്തിലുള്ള ടൈലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിന്റെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി 20x20 സൈസിലുള്ള ഒരു പാറ്റേൺ ടൈൽ ഈ ഒരു വാളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ 4x2 സൈസിൽ വരുന്ന ഗ്ലോസി ടൈലാണ് ബാക്കിയുള്ള വാളിലൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തത്. ഫിക്സ് ചെയ്തിട്ടുള്ള 4x2 ടൈലിന്റെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈലാണ് ബാത്റൂമിന്റെ ഫ്ലോറിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഒരു ബാത്ത് ടബും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ കാണുന്ന വാഷ്റൂം. ഈ ഒരു ബാത്ത് ടബിന്റെ സൈഡിലും ബോർഡറൊക്കെ ആയിട്ട് നമ്മൾ ടൈലും ഗ്രാനൈറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ കുറച്ച് ഗ്രാനൈറ്റും ഈ ഒരു ബാത്റൂമിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്.